നമസ്കാരം. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ നിരവധിയായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പ്രയാണം നടത്തിയിട്ടാണ് നമ്മൾ ചരിത്ര നാളുകളിൽ മറിച്ചു നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. കെട്ടുറപ്പുള്ളത് കൊണ്ട് തന്നെ ലോകത്ത് നമ്പർ 1 സ്ഥാനം കൈവരിച്ചിട്ടുള്ള കത്തോലിക്ക സഭയിൽ അംഗങ്ങളാണ് നമ്മളെല്ലാവരും എന്നതിൽ നമ്മൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണെന്നാണ് ഒരു വിശ്വാസി തുറന്നെഴുതിയിരിക്കുന്നത്. എന്നാൽ കത്തോലിക്ക സഭയിൽ ഉൾപ്പെടുന്ന സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അംഗങ്ങൾക്ക് ഏതാനും നാളുകൾക്ക് മുമ്പ് ഉടലെടുത്ത പ്രശ്നങ്ങൾ കാരണം സമൂഹ മധ്യത്തിൽ തലയുയർത്തി നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ വിശ്വാസികൾ എത്തിയിരിക്കുന്നത്. കത്തോലിക്ക സഭയിലെ കാനോനിക നിയമങ്ങൾ അനുസരിക്കാത്ത ഏതാനും ചില തൽപര കക്ഷികളുടെ തെറ്റായ പ്രവർത്തനങ്ങളിലും നിയന്ത്രണങ്ങളാലും ഇപ്പോൾ മാനസിക സംഘർഷത്തിലാണ് ഒരുപറ്റം വിശ്വാസികൾ. അതിന് ഉത്തരവാദി ഒരുപക്ഷെ അൽമായർ അല്ലായിരിക്കാം. എന്നാൽ സഭാ പ്രതിസന്ധി ഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസികൾ ഓരോരുത്തരും ഒന്നും ചെയ്യാതെ മാറി നിന്നാൽ ക്രിസ്തുവിന്റെ അനുയായികളല്ല എന്ന് നിസ്സംശയം പറയാം. ഇതൊരു ശുദ്ധികലാശത്തിന്റെ സമയമായി കണ്ടാൽ മതി. കൂട്ടായ്മയുടെ സമയമാണ്. മുതിർന്നവരെയും മാതാപിതാക്കളെയും അനുസരിപ്പിക്കണമെന്ന് പഠിപ്പിച്ച സഭയിലെ ഏതാനും ചില വിമത വൈദികർ വേണ്ടി വന്നാൽ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും എതിർക്കണമെന്ന് പുതുതലമുറയും പറഞ്ഞു പഠിപ്പിക്കുകയാണ്. വിശ്വാസികൾ എല്ലാവരും കാണപ്പെട്ട ദൈവമായി കാണുന്ന പരിശുദ്ധ മാർപ്പാപ്പയെ പോലും അന്ത്യക്രിസ്തുവിനോട് ഉപമിക്കുകയാണ്. ഇതിലൂടെ എന്ത് സന്ദേശമാണ് ഇക്കൂട്ടർ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നത്? എന്താണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യമെന്നത് സഭയുടെ ഒപ്പം നിൽക്കുന്ന ഓരോ അൽമായരും ഈ അവസരത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇക്കൂട്ടർ ആദ്യം ഉയർത്തിയ സാമ്പത്തിക ക്രമക്കേട് വിഷയം വിട്ട് ഇപ്പോൾ കുർബാന വിഷയം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇവരുടെ ഉദ്ദേശം ഒരു സ്വതന്ത്ര സഭ രൂപീകരിക്കലാണ് എന്നത് പ്രിയ സഭാ വിശ്വാസികൾ മനസ്സിലാക്കണം. സമ്പത്തും അധികാര കൊതിയുമാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാന തത്വം. ചുമരില്ലാതെ ചിത്രം എഴുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ സഭയില്ലാതെ സഭാമക്കളും ഇല്ല എന്നത് പ്രിയ അംഗങ്ങൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം വിമത രൂപതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസികളുടെ മക്കൾക്ക് വിവാഹാലോചനകൾ പോലും വേണ്ട എന്ന നിലയിലേക്ക് നമ്മുടെ സഭയിലെ മറ്റു രൂപതക്കാർ എത്തിയിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഈ അവസരത്തിൽ തിരിച്ചറിയണം. ഇതിനൊക്കെ കാരണം അതിവൈകാരികത പ്രകടിപ്പിക്കുന്ന രൂപതയിലെ 10-30 വൈദികർ മാത്രമാണെന്നത് തിരിച്ചറിയുക. ഇക്കൂട്ടർ പാവപ്പെട്ട അൽമായരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്. അവരെ നേർവഴിക്ക് നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നല്ല പൂന്തോട്ടത്തിലെ പുഴുക്കുത്തുകളെ പറിച്ചു മാറ്റി സീറോ മലബാർ സഭ എന്ന തെളിഞ്ഞ പൂന്തോട്ടത്തെ സമൂഹ മധ്യത്തിൽ പൂത്തുളഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂന്തോട്ടമാക്കി മാറ്റുന്നതിന് സഭാ നേതൃത്വം നിലപാടുകൾ എടുത്തേ മതിയാവൂ.